ഞാനൊന്ന് പുറത്ത് പോകാനായിട്ട് റെഡി ആവുകയാണ് കേട്ടോ. ഒന്ന് ഹോസ്പിറ്റലിൽ വരാൻ പോകണം. ചെവിക്ക് ചെറിയൊരു പണി കിട്ടിയിരിക്കണം. അപ്പം എല്ലാവരും മിക്കവരും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് ഇങ്ങനെ ബേബി ഹെയർസ് അല്ലേ. അപ്പം ഞാൻ കൂടുതലും ജെല്ലൊന്നും അങ്ങനെ യൂസ് ചെയ്യാത്തതാണ്. കാരണം ചിലപ്പോൾ മുടി കൊഴിച്ചിൽ അങ്ങനെ ഉണ്ടായാലോ എന്ന് പേടിച്ചിട്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നൊരു ട്രിക്ക് മിക്കവർക്കും അറിയാമായിരിക്കും, അറിയാത്തവർ ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് കാണിക്കുന്നതാണ് കേട്ടോ. ഇത് മസ്കാരയാണ്. ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ വാട്ടർ പ്രൂഫ് എടുക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ മഴയൊക്കെ കൊള്ളുമ്പോൾ ഒലിച്ചിറങ്ങത്തില്ല. അപ്പോൾ ഞാനിത് എടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും ഒരു സൈഡ് ഞാൻ കാണിച്ചു തരാം ക്ലീൻ ചെയ്ത്. ജസ്റ്റ് നമ്മൾ കണ്ടോ, ഒരു സൈഡ് നല്ല ക്ലീൻ ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ സൈഡ് നോക്കിയേ. അപ്പം ഒരു ക്ലീൻ ലുക്ക് കിട്ടണമെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഇതാണ് കേട്ടോ. കുറേ നേരം നിൽക്കും. ഈ ഒരു ബ്രാൻഡിൻ്റെ കുറേ നേരം നിൽക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാം, ഒരിക്കലും ഇങ്ങനെ എടുത്തിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ ചെയ്യരുത്. ലൈറ്റായിട്ട് മാത്രം ചെയ്യുക. പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങ് ചട്ടി പോലെ ആയിപ്പോവും. ജസ്റ്റ് അതിൻ്റെ മേളിൽ കൂടി മാത്രം ഒന്ന് ലൈറ്റായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഹെയറൊക്കെ നല്ല അടിപൊളിയായിട്ട് കുറേ നേരം നിൽക്കും കേട്ടോ. അപ്പോൾ ബേബി ഹെയർസ് ഒക്കെ ഉള്ളവർ ട്രൈ ചെയ്ത് നോക്കാം. ഞാനപ്പോൾ ക്ലിനിക്ക് വരെ ഒന്ന് പോവുകയാണ് കേട്ടോ. എൻ്റെ കാതിൽ തോർത്ത് ഇങ്ങനെ ഉടക്കി വലിച്ചിട്ട് കമ്മൽ കുറച്ചിങ്ങനെ സ്വെല്ലായി, എന്നിട്ട് ശങ്കീരി അതിൻ്റെ അകത്തേക്ക് പോയി. അപ്പം സ്വെല്ല് ചെയ്തിരിക്കുന്നതുകൊണ്ട് എനിക്ക് അത് റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ പോകണം. കുഞ്ഞിലെ എൻ്റെ കാത് ആദ്യമായിട്ട് കുത്തിയതും ഈ ക്ലിനിക്കിലാണ് കേട്ടോ. ഈ ഡോക്ടറാണ്. അപ്പോൾ വളരെ ചെറുപ്പം തൊട്ടേ ഞാൻ ഈ ക്ലിനിക്കിലാണ് വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഓർമ്മകളുണ്ട് കേട്ടോ. അപ്പോൾ ഡോക്ടറിനോട് വരുമ്പോൾ തുളസിയുടെ തണ്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് ചെവിയിലിടാൻ വേണ്ടിയിട്ട്. അമ്മ വന്നിട്ടില്ല. അമ്മ വന്നാലേ ഡോക്ടർ ചെയ്യത്തുള്ളൂ. കാരണം കൂടെ ആരെങ്കിലും വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതേ അമ്മ അനങ്ങി വരുന്നുണ്ട്. അമ്മ കുറച്ച് ലേറ്റായി. അമ്മ ജോലി സ്ഥലത്തു നിന്ന് നേരെ ക്ലിനിക്കിലോട്ട് വരാമെന്നാണ് എന്നോട് പറഞ്ഞത് കേട്ടോ. ഞാനാണെങ്കിൽ മഴ മാറിയ സമയത്ത് ഇറങ്ങിയത്. ഭയങ്കര കാറ്റും മഴയായിരുന്നു. എന്താ എത്ര വൈകിയ ഡോക്ടറിനിപ്പോൾ നല്ലോണം ഏജ് ആയിട്ടോ. ഒരുപാട് വർഷമായി ഡോക്ടർ അവിടെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഡോക്ടർ എന്നോട് ഡ്രസ്സിങ് റൂമിലോട്ട് കിടന്നോളാൻ പറഞ്ഞു. കണ്ടോ, എൻ്റെ കാത് ആകെ ചുമന്നിരിക്കുകയാണ്. പക്ഷെ ഡോക്ടർ ചെയ്തിട്ട് അങ്ങനെ പഴുത്തൊന്നുമില്ല കേട്ടോ. ഒരു വേദനയും എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. മഴയൊക്കെ ആയതുകൊണ്ട് പിള്ളേരൊക്കെ കയറി കിടന്ന് ഉറങ്ങുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ടാറ്റാ.